ഹലോ ഫ്രണ്ട്സ്, നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബിസ്ക്കറ്റ് കൊണ്ടുള്ള ഒരു കേക്കാണ്. വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. ഇതിന് വേണ്ട സാധനങ്ങൾ നമുക്ക് എന്തൊക്കെയെന്ന് നോക്കാം. ബോറോബോൺ ബിസ്ക്കറ്റ് കേക്കിന് ആവശ്യമുള്ള സാധനങ്ങൾ: 2 പാക്കറ്റ് ബോറോബോൺ ബിസ്ക്കറ്റ്, 1 ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡർ, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ ഓയിൽ, 1 കപ്പ് പാല്, കുറച്ച് നട്ട്സ്, ബദാം നുറുക്കിയതാണ്. ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ബിസ്ക്കറ്റ് നമുക്ക് ഒരു മിക്സിയിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കണം. എന്നിട്ടത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുമ്പോൾ പഞ്ചസാരയും കൂടിയിട്ട് ഇട്ട് അടിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയും കൂടിയിട്ട് അടിച്ചെടുക്കാം. ബിസ്ക്കറ്റും പഞ്ചസാരയും നല്ല സ്മൂത്തായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് മിക്സ് ചെയ്യാം. ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ബേക്കിംഗ് പൗഡറും ബിസ്ക്കറ്റിൻ്റെ പൗഡറും കൂടിയിട്ട് നന്നായി മിക്സ് ആവണം. ഇനി ഇതിലേക്ക് പാല് നമുക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. പാല് കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ബദാം ഗ്രേറ്റ് ചെയ്തതാണ് ഇടുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ കുറച്ച് ബദാം ഇടുന്നുണ്ട്. വളരെ കുറച്ചിട്ടാൽ മതി. ഒരു കേക്കിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പറൊക്കെ പുരട്ടി ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിക്കാം. ഇതിലൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇത് എയർ ബബിൾസൊക്കെ പോവാനാണ്. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാം. ഞാനൊരു പാന് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കാം. കേക്കിൻ്റെ ബാറ്റർ വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ചിട്ട് നമുക്കൊരു 20-25 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കിയിട്ട് അതിൽ കട്ട് ചെയ്ത നട്ട്സുകൾ ഒന്ന് ഇട്ട് കൊടുക്കണം. നട്ട്സുകൾ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു 15 മിനിറ്റായി. ഇനി 10 മിനിറ്റും കൂടിയും നമുക്ക് അടച്ച് വയ്ക്കാം. 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് എടുത്ത് നോക്കി വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് പുറത്തെടുക്കാം. കേക്ക് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇത് നന്നായി ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ ട്രേയിൽ നിന്ന് മാറ്റി എടുക്കാം. നമ്മുടെ കേക്ക് അപ്പോൾ ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്.
നല്ല സ്പോഞ്ചി കേക്കാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.